ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ SNDPന്റെ മന്ദിര ഉദ്ഘാടനത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു. അപ്പം നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമാ സ്ഥാപനവും സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനവും ഈ വരുന്ന ജനുവരി ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 23, 24, 25 വെള്ളി, ശനി, ഞായർ തീയതികളിലായിട്ട് അതിവിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. SNDP യോഗ നീലഗിരി യൂണിയൻ 1759 നമ്പർ അറക്കടവ് ശാഖയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗുരുദേവന്റെ വിഗ്രഹം നമ്മുടെ നന്ദട്ടി ശാഖയിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അറക്കടവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വണ്ടി അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളെല്ലാം കോർക്കലാണ് നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും നല്ലവരായ എല്ലാ നാട്ടുകാരും ഒത്തൊരുമയോട് കൂടി നല്ല സന്തോഷത്തോടു കൂടി ഇതിൻ്റെ പിന്നിൽ കുറേ നല്ലവരായ ആളുകളുടെ ഇതെൻ്റെ എന്താ പറയുക, ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നും കൂടെ പറയാം. കുറേ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ ഓപ്പണിങ്ങിൻ്റെ ഈ വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന് പുറകിൽ കുറേ ആൾക്കാരുടെ കഠിന പ്രയത്നം കൂടിയുണ്ട്. അപ്പോൾ അതാ നല്ല രീതിയിൽ ഇപ്പോൾ അതാ ഫസ്റ്റ് ദിവസം ഫിനിഷ് ആവാനായി. ഇനി നാളെ മറ്റന്നാളും ഉണ്ട്. അപ്പോൾ നാളെയാണ് വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ. അപ്പോൾ അതിനുള്ള പൂക്കളെല്ലാം അലങ്കരിച്ചുകൊണ്ടിരിക്കണം. നമ്മളിവിടെ നീലഗിരിയിലാണ് കേട്ടോ. തമിഴ്നാടാണ് നീലഗിരി, പക്ഷേങ്കിൽ കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ഈ ഗൂഡല്ലൂരിലെ ചെറിയൊരു പ്രദേശമാണ് ഈ അറക്കടവ് ശാഖ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ജാതിക്കാരും ഉണ്ട് കേട്ടോ. എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കും ഏത് ഉത്സവത്തിനും. ഇവിടെ കുറേ ഉത്സവങ്ങളുണ്ട്. എന്നാൽ നമ്മളേതായ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം പറയുന്നത് നമ്മുടെ ഈ നാടിൻ്റെ. അപ്പോൾ ഇവിടെ തലമുറകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നിട്ട് ജീവനോപാധി തേടി കുടിയേറിയവരുടെ പിൻഗാമികൾ, അവരുടെ മക്കളുടെ മക്കളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ഗൂഡല്ലൂരിലെ മലയാളികൾ. ശ്രീലങ്കയിൽ നിന്നും കുറേ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്, തമിഴ് ജനതയും അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് കുടിയേറിയ കന്നഡീയ വർഗത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കുടിയേറിയ കുടുംബാംഗങ്ങളും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ആദിവാസി വിഭാഗങ്ങളിലായാലും മൗണ്ടാടൻ, ചെട്ടി, ബഡുക, തോടാസ് ഗോത്രവർഗത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ ആളുകൾ, അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അതിൻ്റെതായ വ്യത്യസ്തമായ ഭാഷകളും അതുപോലെ തന്നെ സംസ്കാരവും ആചാര രീതികളും പിൻപറ്റുന്ന ഏറെ വ്യത്യസ്തരായ ജനത ഏകോദര സഹോദരികളായിട്ട് ജീവിക്കുന്ന പ്രദേശമാണ് ഗൂഡല്ലൂർ കേട്ടോ. ഇവിടുത്തെ ജനത അതിജീവനത്തിനായി നടത്തിവരുന്ന പോരാട്ടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇന്നും പോരാട്ടം തുടരുകയാണ്. നമ്മളെ സ്ഥലത്തിൻ്റെയൊക്കെ പ്രശ്നം അതൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഈ ഒരു നീലഗിരി ജില്ലയിൽ എനിക്കും ജനിക്കാൻ കഴിഞ്ഞത് ഞാൻ അഭിമാനം കൊള്ളുകയാണ് കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. എന്താണെന്ന് പറയുക, ഹിൽസ് ഏരിയ, അതുപോലെ തന്നെ ശുദ്ധവായു ശ്വസിക്കാനും. അപ്പോൾ അങ്ങനത്തെയൊക്കെ നീലഗിരിയിൽ എന്താ പറയുക, നമ്മളുടെ അഭിമാനമാണ് നീലഗിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ നീലഗിരിയിൽ ഈ അറക്കടവ് ശാഖയുടെ പരിപാടികളൊക്കെ ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുക്കുട്ടനെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടനെ ചെറുതൊക്കെ ആയപ്പോൾ ഞാൻ എപ്പോഴും അവനെ വീട്ടിലിരുത്താണ്ട് ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കും. എവിടെ പോവുകയാണെങ്കിലും അവനെ വീട്ടിലിരുത്താറില്ല. ഇപ്പോൾ ഏകദേശം ആളിത്തിരി ഹൈറ്റൊക്കെ ആയി, 10-14 വയസ്സ് കഴിഞ്ഞില്ല. അപ്പോൾ അവനെ എടുത്തോണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവന് ചിലപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഇപ്പോൾ ഇതാ അവന് ഈ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടനെയും കൊണ്ടുപോയി അവിടെ നടുക്കിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് സഹകരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.